അപ്പം നമ്മുടെ ഇന്നത്തെ കഥയ്ക്കുള്ള സമയമായി. നമുക്ക് കഥ കേൾക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുഞ്ഞുണ്ണിയുടെ കഥയാണ്. ഒരു കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ആളുടെ കഥയാണ്. കുഞ്ഞുണ്ണിക്ക് ഒരേ ഒരു മോഹം ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു കാർ വാങ്ങുക എന്നത്. കാർ നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ, നമ്മൾ വണ്ടിയിലേക്ക് പോയിട്ടുണ്ടല്ലോ കാറിൽ. ആ കാർ വാങ്ങാനാണ് കുഞ്ഞുണ്ണിക്ക് ആഗ്രഹം. അപ്പം കുഞ്ഞുണ്ണി കാർ വാങ്ങാനായിട്ട് പൈസയൊക്കെ ശേഖരിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ണി കാർ വാങ്ങി. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പൈസ സൂക്ഷിച്ച് എടുത്തെടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടതാണെങ്കിൽ പൈസ സൂക്ഷിച്ചെടുത്ത് വെച്ച് നമുക്കത് വാങ്ങാൻ പറ്റും. അങ്ങനെ കുഞ്ഞുണ്ണി അങ്ങനെ പൈസ സൂക്ഷിച്ച് ഒരു കാർ വാങ്ങി. കുഞ്ഞുണ്ണിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാർ വാങ്ങാൻ. അങ്ങനെ കുഞ്ഞുണ്ണി കാർ വാങ്ങി. പിന്നെ കാറിലായി കുഞ്ഞുണ്ണിയുടെ യാത്ര. കുഞ്ഞുണ്ണി എപ്പോഴും കാറിലേ യാത്ര ചെയ്യും. അങ്ങനെ കുഞ്ഞുണ്ണി ഒരു ദിവസം കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വഴിക്കൊരാൾ കൈ നീട്ടി. അപ്പോൾ കുഞ്ഞുണ്ണി കാറ് നിർത്തി. എന്നിട്ട് അയാളോട് ചോദിച്ചു, എന്താ? അപ്പം അയാൾ പറഞ്ഞു, ഒരു ലിഫ്റ്റ് തരുമോ? നമ്മുടെ കുഞ്ഞുണ്ണിക്ക് അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് എന്ന് കേട്ടപ്പോൾ കുഞ്ഞുണ്ണിക്ക് മനസ്സിലായില്ല. ലിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അയാൾ ഉദ്ദേശിച്ച ലിഫ്റ്റ് നമ്മൾ ലുലുവിലും അതുപോലെ മോളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടല്ലേ. നമുക്ക് താഴേന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടി നമ്മളൊരു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറില്ലേ? ആ ലിഫ്റ്റാണ് കുഞ്ഞുണ്ണിക്ക് അറിയാമുള്ളൂ. പക്ഷേ ഇയാളെ ചോദിച്ചത് കാറിലൊരു ലിഫ്റ്റ് തരുമോ എന്ന്. അതായത് ഇയാളെയും കൂടെ ആ കാറിലൊന്ന് കയറ്റി കൊണ്ടുപോകുമോ എന്നാണ് ആ വഴിയിൽ നിന്ന് കൈ കാണിച്ച ആൾ ചോദിച്ചത്. പക്ഷെ നമ്മുടെ കുഞ്ഞുണ്ണിക്കത് മനസ്സിലായില്ല. കുഞ്ഞുണ്ണി വലിയ മുതലാളിയാണല്ലോ, ഇപ്പോൾ കാറിലൊക്കെ അല്ലേ പോകണം. അപ്പം അതെന്താ എന്ന് അയാളോട് ചോദിക്കാനുള്ള മടി കാരണം കുഞ്ഞുണ്ണി അത് ചോദിച്ചില്ല. കുഞ്ഞുണ്ണിയുടെ വിചാരം നമ്മൾ പറഞ്ഞ ലിഫ്റ്റാണ്. അപ്പോൾ കുഞ്ഞുണ്ണി പറഞ്ഞു, എടാ മണ്ട, കാറിൽ എങ്ങനെയാണ് ലിഫ്റ്റ് വെക്കണേ? കാറിൽ ലിഫ്റ്റ് വെക്കാൻ പറ്റുമോ? ലിഫ്റ്റ് വലിയ സാധനമല്ലേ, അത് കാറിലിരിക്കൂ. ഇത് കേട്ടാ കൈ നീട്ടിയ ആൾ അന്തം വിട്ടുപോയി. ആരെങ്കിലും പറയുന്ന വർത്തമാനമാണോ? അപ്പം നമ്മൾ കുഞ്ഞുണ്ണി ആകെ നാണിച്ചു പോയി. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മളത് ആരോടെങ്കിലും ചോദിക്കണം. അതിന് നമ്മളൊരു നാണക്കേടും മാനക്കേടും വിചാരിക്കരുത്. അറിയില്ലാത്ത കാര്യം ചോദിച്ച് തന്നെ അറിയണം. അപ്പോൾ ഈ കുഞ്ഞുണ്ണിയുടെ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമുക്കറിയില്ലാത്തത് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് കാര്യത്തിനും നമ്മൾ മറുപടി പറയാൻ, അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായോ? എന്നാൽ നാളെ കാണാം കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്.